എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ നീറ്റ് UG 2023 വർഷത്തെ എക്സാമിനേഷനുള്ള രജിസ്ട്രേഷൻ ഫെബ്രുവരി അവസാനത്തോടെ ആരംഭിക്കും. അപ്പോൾ മെയ് 7 തീയതിയാണ് ഈ ഒരു എക്സാമിനേഷൻ വരുന്നത്. അപ്പോൾ പ്ലസ് ടുവിന് ശേഷം വിദ്യാർത്ഥികൾ ഈ ഒരു കോഴ്സുകളാണ് പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് എങ്കിൽ ഈ ഒരു നീറ്റ് എക്സാമിനേഷന് രജിസ്ട്രേഷൻ ചെയ്തുകൊണ്ട് എക്സാമിനേഷൻ എഴുതേണ്ടതാണ്. അതുപോലെ തന്നെ കേരളത്തിൽ അഡ്മിഷൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ, അതായത് ഈ ഒരു മെഡിക്കൽ ഫീൽഡിൽ അഡ്മിഷൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ KEAM എക്സാമിനേഷന് രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ്. അതിന് എക്സാമിനേഷൻ എഴുതേണ്ട ആവശ്യമില്ല. നീറ്റ് എക്സാമിനേഷൻ്റെ റാങ്ക് പരിഗണിച്ചുകൊണ്ടാണ് ഈ ഒരു MBBS, BDS, ആയുർവേദ, ഹോമിയോ, അതുപോലെ സിദ്ധ, യുനാനി ഇതുപോലുള്ള ഈ ഒരു കോഴ്സിലേക്ക്, അതായത് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു കോഴ്സുകളിലേക്ക് അഡ്മിഷൻ നടത്തപ്പെടുന്നത്. അപ്പോൾ നീറ്റ് എക്സാമിനേഷനുള്ള പരീക്ഷ രജിസ്ട്രേഷൻ ഈ ഒരു ഫെബ്രുവരി അവസാനത്തോടെ ആരംഭിക്കും. അപ്പോൾ പ്ലസ് ടുവിന് ശേഷം നിങ്ങൾ ഈ ഒരു MBBS, BDS പോലുള്ള ഈ ഒരു കോഴ്സുകളാണ് പഠിക്കാൻ ആഗ്രഹിക്കുന്നത് എങ്കിൽ നിങ്ങൾ ഉറപ്പായും ഈ ഒരു നീറ്റ് എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ പ്ലസ് ടുവിന് ബയോളജി കോമ്പിനേഷൻ എടുത്തിട്ടുള്ള വിദ്യാർത്ഥികൾ, അതായത് ബയോളജിയോ അല്ലെങ്കിൽ ബയോടെക്നോളജിയോ കോഴ്സുകൾ എടുത്തിട്ടുള്ള വിദ്യാർത്ഥികൾക്കാണ് ഈ ഒരു നീറ്റ് എക്സാമിനേഷൻ എഴുതാനായിട്ട് സാധിക്കുക. അപ്പോൾ പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കും, അതായത് പ്ലസ് ടു എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാനായിട്ട് പോകുന്ന വിദ്യാർത്ഥികൾക്കും, അതുപോലെ തന്നെ ഈ ഒരു പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ള വിദ്യാർത്ഥികൾക്കും ഈ ഒരു നീറ്റ് എക്സാമിനേഷന് രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു നീറ്റ് എക്സാമിനേഷനുള്ള നോട്ടിഫിക്കേഷൻ ഫെബ്രുവരി മാസം അവസാന ആഴ്ചയോടെ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് റിസർവേഷനോ മറ്റോ ഉള്ള വിദ്യാർത്ഥികളാണെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റുകളും അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ കേരളത്തിന് പുറത്തുള്ള, അതായത് ചില കോളേജുകളിൽ BSc നഴ്സിംഗ് കോഴ്സിന് നീറ്റിൻ്റെ സ്കോർ പരിഗണിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളത്തിന് പുറത്ത് ഈ ഒരു നഴ്സിങ്ങിനൊക്കെ അഡ്മിഷൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ ഈ ഒരു നീറ്റ് എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ കേരളത്തിൽ MBBS, BDS, അതുപോലെ ആയുർവേദ, ഹോമിയോ ഇപ്പോൾ നിങ്ങൾ ഈ ഒരു സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു കോഴ്സുകളിലേക്ക് അഡ്മിഷൻ നടത്തുന്നത് നീറ്റ് എക്സാമിനേഷൻ്റെ സ്കോർ പരിഗണിച്ചുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു നീറ്റ് എക്സാമിനേഷൻ, അതായത് പ്ലസ് ടുവിന് നിങ്ങൾ ബയോളജി സയൻസാണ് പഠിക്കുന്നതെങ്കിൽ, അതായത് ബയോളജി അല്ലെങ്കിൽ ബയോടെക്നോളജിയോ ആണ് പഠിക്കുന്നതെങ്കിൽ നിങ്ങൾ നിർബന്ധമായും ഈ ഒരു നീറ്റ് എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ നീറ്റ് എക്സാമിനേഷനുള്ള യോഗ്യത എന്ന് പറയുന്നത് പ്ലസ് ടുവിന് ബയോളജി അല്ലെങ്കിൽ ബയോടെക്നോളജി, അതുപോലെ ഫിസിക്സ്, കെമിസ്ട്രി, ഇംഗ്ലീഷ് എന്നിവ പഠിച്ചിരിക്കണം. അതുപോലെ ഈ ഒരു 3 സബ്ജക്റ്റ്, അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിവയ്ക്ക് ബയോളജി അല്ലെങ്കിൽ ബയോടെക്നോളജി എന്നിവയ്ക്ക് ടോട്ടൽ 50% ജനറൽ വിഭാഗത്തിനും, അതുപോലെ SSC ST കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾക്ക് 40% മാർക്കുമാണ് യോഗ്യതയായിട്ട് പറയുന്നത്. അപ്പോൾ പ്ലസ് ടു എക്സാമിനേഷൻ എഴുതാനായിട്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കും, അതുപോലെ പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ള വിദ്യാർത്ഥികൾക്കും ഈ ഒരു നീറ്റ് എക്സാമിനേഷൻ, അതായത് നീറ്റ് UG എക്സാമിനേഷൻ രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നീറ്റ് എക്സാമിനേഷൻ കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടായിരിക്കും എക്സാമിനേഷൻ ഉണ്ടാവുക. അപ്പോൾ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ് ഈ ഒരു നീറ്റ് എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.